KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മഹാഭാരതത്തിന്റെ മറവിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ RSS ശ്രമം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ സോണിയാഗാന്ധി ഇടപെടുന്നു. അഗതിയാനാഥ സംരക്ഷണത്തെ തടയുന്ന വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. മാധ്യമപ്രവർത്തനം നിർത്തുന്നുവെന്ന് ഇടത് സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണ് 18 പേർ മരിച്ചു, 78 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണത്തിലിരുന്ന പാലമാണ് തകർന്നു വീണത്. അങ്കമാലിയിൽ സിറ്റിംഗ് MLA ജോസ് തെറ്റേലിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. ഇന്ത്യൻ സൈനികരുടെ സുരക്ഷയ്ക്ക് ഇനി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും. കുടക്, കുഞ്ചിലം, പൈനേരി മക്കാമുറൂസിനും സ്വലാത്ത് മജ്ലിസിനും നാളെ തുടക്കം. ബാലനീതി നിയമം സർക്കാർ വിളിച്ചു ചേർത്ത യോഗം ഫലപ്രദമായില്ല. വാർത്തകൾ വിശദമായി. വടക്കൻ കൊൽക്കത്തയിലെ ഗിരീഷ് പാർക്കിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലം തകർന്ന് 18 പേർ മരിച്ചു, 78 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ പാലത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. മരണസംഖ്യ ഉയരാനാണ് സാധ്യത. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും അഗ്നിശമന സേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി 300 സൈനികരെ അപകടസ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ കൊൽക്കത്തയിലെ ഗണേഷ് ടാക്കീസിനു സമീപം പ്രശസ്തമായ ബരാബസാറിലെ മേൽപ്പാലമാണ് തകർന്നു വീണത്. നിരവധി ആളുകളും വാഹനങ്ങളും പാലത്തിനടിയിൽപ്പെട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. സ്ഫോടനത്തിന് സമാനമായ ശബ്ദത്തിനു ശേഷമാണ് മേൽപ്പാലം നിലം പൊത്തിയത്. കോൺക്രീറ്റ് ഗട്ടറുകൾ ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കുന്നത്. സൈന്യത്തിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ൽ പൂർത്തിയാകേണ്ട മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഇതുവരെ 6 തവണ തടസ്സപ്പെട്ടിരുന്നു. വരുന്ന ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കരാറുകാരന് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കെയാണ് അപകടം സംഭവിച്ചത്. 2011 അധികാരത്തിലേറിയ മമതാ ബാനർജി സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു ഈ മേൽപ്പാലം. ദുരന്തത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസും BJPയും രംഗത്തെത്തി. അഴിമതിയുടെ പ്രത്യാഘാതമാണ് മേൽപ്പാലം തകർന്ന സംഭവമെന്നും മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും BJP നേതാവ് സിദ്ധാർത്ഥനാഥ് സിംഗ് പറഞ്ഞു. BJP സ്ഥാനാർത്ഥി രാഹുൽ സിൻഹയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് സമീപത്താണ് തകർന്നുവീണ മേൽപ്പാലം സ്ഥിതി ചെയ്തിരുന്നത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ സോണിയാഗാന്ധി ഇടപെടുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. KPCC പ്രസിഡന്റ് VM സുധീരൻ വൈകിട്ട് 4:30 സോണിയയെ കണ്ടു. അതേസമയം കേരളത്തിന്റെ ചുമതലയുള്ള AICC അംഗം മുകുൾ വാസ്നിക് മുതിർന്ന നേതാവ് AK ആന്റണിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി. തർക്കം പരിഹരിക്കാനായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്നലെ കേരള നേതാക്കളുമായി പലവട്ടം ചർച്ച നടത്തിയിരുന്നു. ഇതിൽ പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഇന്ന് സോണിയാഗാന്ധി നേരിട്ട് പ്രശ്നം പരിഹരിക്കാനായി ഇടപെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കമുള്ള 5 സീറ്റുകളിലേക്ക് പാനൽ വെക്കും. ഈ സീറ്റുകൾ സ്ക്രീനിംഗ് കമ്മിറ്റി പരിഗണിച്ചില്ല. സോണിയാഗാന്ധി അധ്യക്ഷനായ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയാകും അന്തിമ തീരുമാനമെടുക്കുക. ഇനി ഇന്ത്യൻ സൈനികർക്ക് സുരക്ഷയ്ക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും. 50,000 ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ടാറ്റ ഗ്രൂപ്പിന്റെ അനുബന്ധ കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 140 കോടിയോളം രൂപയാണ് ചിലവ്. ഓഗസ്റ്റ് മുതൽ ജാക്കറ്റുകൾ നൽകുന്നതിന് തുടക്കം കുറിക്കും. 2017 ജനുവരിയോടെ മുഴുവൻ ജാക്കറ്റുകളും സൈന്യത്തിന് നൽകണമെന്നാണ് കരാർ. 18 ലക്ഷത്തോളം അംഗങ്ങളുള്ള ഇന്ത്യൻ സൈന്യത്തിന് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ലഭ്യമാക്കാൻ 10 വർഷം മുമ്പ് തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. നടപടിക്രമങ്ങൾ കാരണം ശ്രമങ്ങൾ നീണ്ടു. എന്നാൽ പ്രതിരോധ മന്ത്രിയായി മനോഹർ പരീക്കർ സ്ഥാനമേറ്റ ശേഷം നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി. പുതിയ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കനം കുറഞ്ഞതും തല, കഴുത്ത്, നെഞ്ച്, വയർ, കാലുകൾ തുടങ്ങിയവയെല്ലാം സംരക്ഷിക്കാവുന്ന തരത്തിലുമുള്ളവയാണ്. മഹാഭാരതത്തിന്റെ മറവിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ RSS ശ്രമം നടത്തുന്നു. വിശദാംശങ്ങൾ കരീം ഏലംകുളം നൽകുന്നു.
മഹാഭാരതത്തിന്റെ മറവിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ RSSന്റെ ശ്രമം. മഹാഭാരതം ധർമ്മരക്ഷാ സംഗമം എന്ന പേരിൽ ഏപ്രിൽ 6-നാണ് കോഴിക്കോട് നഗരത്തിൽ ഹൈന്ദവ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു വോട്ടുകൾ പരമാവധി BJPക്ക് അനുകൂലമാക്കുക എന്ന ലക്ഷ്യമാണ് പരിപാടിക്കുള്ളതെന്നാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ തെളിയിക്കുന്നത്. സംഘാടകർ ആരെന്ന് കൃത്യമായി പറയാതെ വിവിധ ഹൈന്ദവ ആചാര്യന്മാരെയും മഠങ്ങളെയും മുന്നിൽ നിർത്തി പിൻസീറ്റ് ഡ്രൈവിംഗ് ആണ് RSS നടത്തുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കാത്ത വരെ കൂടി സംഘാടക സമിതിയിൽ ചേർത്ത് അവരെ കൂടി RSS രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവും പരിപാടിക്കുണ്ട്. പരിപാടിയിലെ സംഘാടക ലിസ്റ്റിലുള്ള സ്വാമിമാരിൽ ചിലരെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്താത്തവരാണ്. PT ഉഷ മുതൽ PV ചന്ദ്രൻ വരെയുള്ളവരും സംഘാടക സമിതിയിലുണ്ട്. എന്നാൽ പ്രഭാഷകർ ഏറെക്കുറെ BJP അനുകൂലികളോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വക്താക്കളോ ആണ്. കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതിയും സംഘപരിവാര സംഘടനകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമായ സ്വാമി ചിദാനന്ദപുരിയാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ. മോഹൻ ഭഗവത് അദ്വൈതാശ്രമത്തിൽ രഹസ്യ സന്ദർശനം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. അന്നത്തെ ധാരണയുടെ ഫലമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന സംശയവും ഉയർന്നു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പരിപാടി തീരുമാനിച്ചിരുന്നുവെന്നാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നതെങ്കിലും ശ്രീ രവിശങ്കറിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിയാത്തതിനു കാരണം സംഗമം പെട്ടെന്ന് തീരുമാനിച്ചതിനാലാണെന്ന് അദ്ദേഹം തന്നെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. 6-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വിവാദ യോഗ ഗുരു ബാബ രാംദേവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തും. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. മാധ്യമപ്രവർത്തനം നിർത്തുന്നുവെന്ന് പ്രമുഖ ദൃശ്യമാധ്യമ പ്രവർത്തകൻ MV നികേഷ് കുമാർ. മാധ്യമപ്രവർത്തകനായല്ല, രാഷ്ട്രീയ പ്രവർത്തനം നേരിട്ട് നടത്തണമെന്ന് മനസാക്ഷി പറഞ്ഞതുകൊണ്ടാണ് താൻ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്. മാധ്യമപ്രവർത്തനത്തിന് വിരാമമിട്ടാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതെന്നും അഴീക്കോട് മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായ നികേഷ് കുമാർ വ്യക്തമാക്കി. വടകരയിൽ CPM ജില്ലാ സെക്രട്ടറി P ജയരാജനെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ഔദ്യോഗിക പ്രചാരണം ആരംഭിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്കമാലിയിൽ സിറ്റിംഗ് MLA ജോസ് തെറ്റേലിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. തെറ്റേലിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് JDS എറണാകുളം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ബെന്നി മൂഞ്ഞേലി, മാത്യു ജോൺ, ബേബി കുര്യൻ എന്നിവരാണ് കമ്മിറ്റിയുടെ പാനൽ. അതേസമയം ലൈംഗിക ആരോപണ വിധേയനായ ജോസ് തെറ്റേലിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ വ്യാപക പോസ്റ്ററും ലഘുലേഖകളും ഇറങ്ങിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരാൾ മത്സരത്തിനിറങ്ങിയാൽ വിജയസാധ്യത തെല്ലുമുണ്ടാകില്ലെന്ന വിലയിരുത്തലാണുള്ളത്. കർണാടകയിൽ 12ാം ക്ലാസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ 30 പേർക്ക് സസ്പെൻഷൻ. മാർച്ച് 21 നടത്താനിരുന്ന പരീക്ഷ ചോർന്നതിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെച്ചപ്പോഴാണ് വീണ്ടും ചോർന്നത്. ഏപ്രിൽ 12 പരീക്ഷ വീണ്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്ന് വീണ്ടും ചോർന്നത്. സംഭവത്തിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും വിദ്യാഭ്യാസ മന്ത്രി K രത്നാകർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. അനാഥാലയങ്ങൾ ഉൾപ്പെടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ബാലനീതി നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നതോടെ മുഖം രക്ഷിക്കാൻ സർക്കാർ ശ്രമം. എന്നാൽ ഇതു സംബന്ധിച്ച് ഇന്നലെ സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിലും ഫലപ്രദമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല. കേന്ദ്ര നിയമത്തിന്റെയും ഹൈക്കോടതി വിധിയുടെയും ചുവടുപിടിച്ച് യാതൊരു ചർച്ചയും കൂടാതെ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടത്തിയാൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെയാണ് സാമൂഹികനീതി വകുപ്പിന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തുടങ്ങിവച്ചത്. സർക്കാർ ഉത്തരവ് എതിർഫലങ്ങൾ സൃഷ്ടിക്കുമെന്ന തിരിച്ചറിവിലാണ് സാമൂഹികനീതി വകുപ്പ് ഉത്തരവിൽ പുനരാലോചനയ്ക്കുള്ള നീക്കം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഇന്നലെ സ്ഥാപന മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ചില സംഘടനാ മേധാവികൾ മാത്രം പങ്കെടുത്ത യോഗം പക്ഷേ കാര്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാതെ പിരിയുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള സമയപരിധി ദീർഘിപ്പിക്കാൻ മാത്രമാണ് ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായത്. നിയമം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ നിയമത്തിന് ചട്ടം തയ്യാറാക്കുമ്പോൾ പരിഗണിക്കാമെന്ന ധാരണയാണ് യോഗത്തിലുണ്ടായത്. ഇതിനായി ആവശ്യമെങ്കിൽ സബ് കമ്മിറ്റിയെ നിയോഗിക്കാമെന്നും മന്ത്രി അറിയിച്ചു. അനാഥാലയങ്ങളെ JJ ആക്ടിന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം വർഷങ്ങളായി ഒരു വിഭാഗം ഉയർത്തിയിരുന്നു. JJ ആക്ടിന് കീഴിൽ വരുന്ന കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ഈ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താൽ മതിയെന്ന നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചിരുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്, SSF ജിന്ദാബാദ്. സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടി പടപ്പാട്ട്.
സഹന പദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട് സമരമുഖങ്ങളിൽ നിറവിരി മാറുവിരിച്ചിവർ പാടിപ്പടപ്പാട്ട് സഹന പദങ്ങളിൽ വിജയധ്വജം മൂവർണ്ണമിലേന്തിത മുന്നോട്ട് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ്. ധാർമ്മിക വീതികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം ധാർമ്മിക വീതികൾ ആത്മീയ കൈത്തിരിയാലെ പ്രകാശിതമാക്കാം വിപ്ലവ കാവ്യമുരത്തു മനങ്ങളിൽ ഉന്മത്തൻ പൂവനി തീർക്കാം അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം അധർമ്മമിലേറിയ യുവഹൃദയങ്ങളിൽ നന്മ വിളക്കുകൾ തെളിയിക്കാം വിളിക്കു ദിഗന്ധം മുഴക്കയുറക്കെ ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ് SSF ജിന്ദാബാദ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയത്തിൽ SSF ധർമ്മജാഗരണ യാത്ര നാളെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിക്കും. സംസ്ഥാന പ്രസിഡന്റ് NV അബ്ദുറസാഖ് സഖാഫി നയിക്കുന്ന ഉത്തരമേഖലാ യാത്ര വൈകിട്ട് 3-ന് ഉപ്പളയിൽ സമസ്ത കേന്ദ്ര മുശാവറംഗം ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ യാത്രാനായകന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. എറണാകുളം നെല്ലിക്കുഴിയിൽ നിന്ന് ആരംഭിക്കുന്ന മധ്യമേഖലാ ജാഥ സംസ്ഥാന ജനറൽ സെക്രട്ടറി M അബ്ദുൽ മജീദ് നയിക്കും. ഇന്ന് മറൈൻ ഡ്രൈവിൽ നടന്ന ചടങ്ങിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പതാക കൈമാറി. ഉത്തരമേഖല മധ്യമേഖലാ ജാഥകൾ ഏപ്രിൽ 8-ന് വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് ചുങ്കത്ത് സംഗമിച്ച് രാമനാട്ടുകരയിൽ സമാപിക്കും. കോഴിക്കോട്, മലപ്പുറം ഈസ്റ്റ്, മലപ്പുറം വെസ്റ്റ് ജില്ലകളിൽ നിന്നുള്ള ധർമ്മസംഘാംഗങ്ങൾ ചുങ്കത്ത് നിന്ന് സമാപന വേദിയിലേക്ക് യാത്രാസംഘത്തെ ആനയിക്കും. സമാപന സമ്മേളനം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിക്കും. NV അബ്ദുറസാഖ് സഖാഫി സന്ദേശ പ്രഭാഷണവും M അബ്ദുൽ മജീദ് പ്രമേയ പ്രഭാഷണവും നിർവഹിക്കും. PA മുഹമ്മദ് ഫാറൂഖ് നഈമി മുഖ്യപ്രഭാഷണം നടത്തും. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, AP അബ്ദുൽ കരീം ഹാജി ചാലിയം, മുഹമ്മദ് പറവൂർ സംബന്ധിക്കും. കാസർകോട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി CN ജാഫർ, ജില്ലാ ജനറൽ സെക്രട്ടറി സുലാഹുദ്ദീൻ അയ്യൂബി, ജില്ലാ ക്യാമ്പസ് സെക്രട്ടറി ഫാറൂഖ് കുബനൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. കുടക് ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ കുഞ്ചിലം പൈനേരി മഖാം ഉറൂസിനും സ്വലാത്ത് വാർഷികത്തിനും നാളെ തുടക്കമാകും. ഏപ്രിൽ 5-ന് പരിപാടികൾ സമാപിക്കും. നാളെ മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ ബായാർ, സയ്യിദ് മുഹ്സിൻ അലവി കോയത്തങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉറൂസിന്റെ 3-ാം ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രഥമ പ്രസിഡന്റും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ദിക്ർ ഹൽക്കയ്ക്കും സമൂഹ വിവാഹത്തിനും നേതൃത്വം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ഹാമിദ് യാസിൻ ജൌഹരി കൊല്ലം, സിദ്ദീഖ് സഖാഫി ബായാർ, ഷമീർ ദാരിമി കൊല്ലം, സയ്യിദ് കുമ്പോൾത്തങ്ങൾ, അബ്ദുറഷീദ് സൈനി കക്കിഞ്ച, അബ്ദുൽ ഹക്കീം ഫൈസി കില്ലൂർ തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. 5 വർഷമായി കാരന്തൂർ മർക്കസ് ഇഹ്റാം നടത്തിവരുന്ന വെക്കേഷൻ പ്രോഗ്രാമുകൾ ഈ വർഷവും വിപുലമായി നടത്തുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം സൌകര്യങ്ങൾ ഒരുക്കി അവർക്ക് പ്രായോഗിക ജീവിത ലക്ഷ്യരൂപവൽക്കരണം, മാനസിക പിരിമുറുക്കങ്ങളിൽ നിന്ന് മോചിതരായി നവോന്മേഷത്തോടെ നവലോകത്തെ സ്വീകരിക്കാനും തന്റേതായ കഴിവ് തിരിച്ചറിഞ്ഞ് പഠനത്തിലൂടെ ശേഷി വികസിപ്പിക്കാനും പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണിത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 10 ദിവസത്തെ സമ്മർ ഇംഗ്ലീഷ്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡാസ്റ്റ്, വനിതകൾക്ക് ഫാമിലി ലൈഫ്, കൌമാരപ്രായക്കാർക്ക് പ്രീമാരിറ്റൽ കൌൺസിലിംഗ്, വീട്ടമ്മമാർക്ക് എവരിഡേ ഇംഗ്ലീഷ്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാർക്ക് 15 ദിവസത്തെ പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് തുടങ്ങിയവയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വ്യക്തിത്വ വികസനം, ആത്മവിശ്വാസം, ആത്മസംസ്കരണം, കരിയർ ബിൽഡിംഗ്, പ്രാക്ടിക്കൽ ലൈഫ് സിറ്റുവേഷൻ, ഗോൾ സെറ്റിംഗ് എന്നിവ ഇസ്ലാമിക അന്തരീക്ഷത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. റെസിഡൻഷ്യൽ റെഗുലർ സൌകര്യങ്ങളുള്ള ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8714141122 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
ജീവിത പ്രാരാബ്ദങ്ങളിലകപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട അഗതികളെയും അനാഥകളെയും സംരക്ഷിക്കാൻ സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്ന് പ്രയാസപ്പെടുത്തുന്നത് ദുർനടപടിയാണെന്നും ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ടെന്നും SYS സ്റ്റേറ്റ് പ്രസിഡന്റ് കുറ്റ്യാടി സിറാജുൽ ഹുദ മുഖ്യ കാര്യദർശിയുമായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. സമസ്ത കേരള സുന്നി യുവജന സംഘം പ്രസിഡന്റായ ശേഷം ആദ്യമായി ജിദ്ദയിലെത്തിയ അദ്ദേഹം ICF ജിദ്ദ കമ്മിറ്റി മർഹബയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു. സംരക്ഷിക്കാൻ മാതാപിതാക്കളില്ലാത്തവരും നിരാലംബരുമായ കുട്ടികളെ നല്ല നിലയിൽ സംരക്ഷണം നൽകി ആവശ്യമായ മതബൌദ്ധിക വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകിവരുന്ന സന്നദ്ധ സേവകരാണ് പലയിടത്തും പ്രവർത്തിച്ചു വരുന്നത്. തെരുവിൽ അലയുമായിരുന്ന എത്രയോ ബാല്യങ്ങളെ ഇത്തരം സേവനങ്ങളിലൂടെ കൈപ്പിടിച്ചുയർത്തി സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തമ പൌരന്മാരാക്കി സാമൂഹിക സാംസ്കാരിക വളർച്ചയിൽ നിസ്തുലമായ പങ്കുവഹിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാനുള്ള ശ്രമം അനുവദിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് തള്ളപ്പെട്ടവർ എക്കാലത്തും ദുരിതജീവിതം നയിക്കുന്നവരായി കാണാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥവർഗം തങ്ങളുടെ അജണ്ടകൾ ദുർവ്യവസ്ഥകളിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരം കുടില മനസ്കരുടെ പ്രതിലോമ നീക്കങ്ങൾക്ക് അറുതി വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വീകരണ സംഗമം സയ്യിദ് ഹബീബ് അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ മല്ലാഹിരി, ഷാഫി മുസ്ലിയാർ, മുസ്തഫ സാദി തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രമുഖ മനഃശാസ്ത്ര പരിശീലകനും കൌൺസിലിംഗ് വിദഗ്ധനുമായ അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ ഇന്ന് ബഹ്റൈനിലെത്തി. ബഹ്റൈൻ ICF 12 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സമഗ്ര മനഃശാസ്ത്ര പരിശീലനം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന സ്പാർക്ക് 2016 പരിപാടിയിൽ സംബന്ധിക്കാനാണ് അദ്ദേഹം എത്തിയത്. നാളെ രാത്രി 8 മുതൽ 9 വരെ ഈസ ടൌൺ റിളുവാൻ ഓഡിറ്റോറിയത്തിൽ രക്ഷിതാക്കൾക്കു മാത്രമായി എങ്ങനെ ഒരു നല്ല രക്ഷിതാവാകാം എന്ന വിഷയത്തിൽ അദ്ദേഹം ഓറിയന്റേഷൻ നൽകും. 2 ശനിയാഴ്ച രാവിലെ 9 മുതൽ 12 മണിവരെ പെൺകുട്ടികൾക്കും ഉച്ചയ്ക്ക് 2 മുതൽ 5 മണിവരെ ആൺകുട്ടികൾക്കും വ്യക്തിത്വ വികസനത്തിലൂടെ വിജയം എന്ന ശീർഷകത്തിൽ ഇന്ത്യൻ സ്കൂൾ റിഫ ക്യാമ്പസിൽ നടത്തപ്പെടുന്ന ശില്പശാലയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ പരിപാടിയിൽ പ്രവേശനമുള്ളൂ. രാത്രി 8:30 മനാമ പാകിസ്ഥാൻ ക്ലബ്ബിൽ ജീവിതം സുഖകരമാക്കാം എന്ന വിഷയത്തിൽ പൊതുപ്രഭാഷണവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പഠന പെരുമാറ്റ പ്രശ്നങ്ങൾ, ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങൾ, മറ്റു മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കൌൺസിലിംഗ് സേവനം ആവശ്യമുള്ളവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷനും വിശദവിവരങ്ങൾക്കും 33261718 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊൽക്കത്തയിൽ മേൽപ്പാലം തകർന്നു വീണ് 18 പേർ മരിച്ചു, 78 പേർക്ക് പരിക്കേറ്റു. നിർമ്മാണത്തിലിരുന്ന പാലമാണ് തകർന്നു വീണത്. ഇന്ത്യൻ സൈനികരുടെ സുരക്ഷയ്ക്ക് ഇനി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും. മഹാഭാരതത്തിന്റെ മറവിൽ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാൻ RSS ശ്രമം. മാധ്യമപ്രവർത്തനം നിർത്തുന്നുവെന്ന് ഇടത് സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ. അങ്കമാലിയിൽ സിറ്റിംഗ് MLA ജോസ് തെറ്റേലിനെ മത്സരിപ്പിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ സോണിയാഗാന്ധി ഇടപെടുന്നു. അഗതിയാനാഥ സംരക്ഷണത്തെ തടയുന്ന വ്യവസ്ഥകൾ പിൻവലിക്കണമെന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ബാലനീതി നിയമം സർക്കാർ വിളിച്ചു ചേർത്ത യോഗം ഫലപ്രദമായില്ല. കുടക്, കുഞ്ചിലം, പൈനേരി മക്കാം ഉറൂസിനും സ്വലാത്ത് മജ്ലിസിനും നാളെ തുടക്കം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.